ഹായ് ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ടും കാണാം. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ആക്കുക. സബ്സ്ക്രൈബ് ആക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ചപ്പാത്തില്ലേ ഒരാഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ളൊരു ടിപ്പ് വീഡിയോ ആണ് കേട്ടോ. അതിനേറ്റ് ഞാൻ 1 കിലോൻ്റെ ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു പൊടി കുഴയ്ക്കാൻ പറ്റിയൊരു പാത്രത്തിലേക്ക് ഈ 1 കിലോൻ്റെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ ഈ ഒരു ഗോതമ്പ് പൊടി കുഴയ്ക്കുന്നത് നല്ല ഇളം ചൂടുവെള്ളമില്ലേ അതിലാണ്. അങ്ങനെ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം ഇതാ നല്ല പോലെ ഞാൻ ഈ ഒരു ഗോതമ്പ് പൊടി ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രമാത്രം സോഫ്റ്റ് ആയിന്ന്. ഇനി നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഈ ഒരു പൊടി 2ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം എന്താക്കുക, ഇതുപോലെ നീളത്തിലൊന്നും കൂടി കുഴച്ചിട്ട് നമുക്ക് ഏത് സൈസിലാണോ ചപ്പാത്തി ആവശ്യം അതിനനുസരിച്ച് പൊടി എടുത്തിട്ട് ബോൾസാക്കി വെക്കാം കേട്ടോ. നമ്മളിപ്പോൾ 1 കിലോ ഗോതമ്പ് പൊടി ഇതുപോലെ കുഴച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 34 അല്ലെങ്കിൽ ഒരു 35 ബോൾസോളം കിട്ടും കേട്ടോ. ഞാനൊരു മീഡിയം സൈസ് ചപ്പാത്തിയാണ് ആക്കിയെടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഓരോ ബോൾസ് എടുത്തിട്ട് അതിൻ്റെ 2 വശത്തും കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈസിയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചപ്പാത്തി തയ്യാറാക്കി വെക്കുമ്പോൾ നമുക്ക് ഒരാഴ്ച വരെ കൂടാതെ സൂക്ഷിച്ചെടുക്കാൻ കഴിയും കേട്ടോ. അപ്പം ഞാനിതാ ഈ ഒരു ഷേപ്പിൽ, റൗണ്ട് ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായ പാനിലേക്ക് ഈ ഒരു പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പാനിൽ ഇട്ട് കൊടുത്തില്ലേ അപ്പം തന്നെ ഇതൊന്ന് തിരിച്ചും ഇടണം കേട്ടോ. അപ്പം എന്താ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു വശം ഒന്ന് എന്താ പറയുക, ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ. അപ്പം എളുപ്പമാണ് ഈ ഒരു ചപ്പാത്തി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്താ പറയുക, ഒരാഴ്ച വരെ ഇത് കൂടാതെ സൂക്ഷിക്കാൻ കഴിയും. ഫ്രീസറിൽ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ, ഈ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതെന്താ പറയുക, ടൈമില്ലാത്ത ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒന്നിക്കൽ ഇതുപോലെ എന്തെങ്കിലും കണ്ടെയ്നറോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലോക്ക് കവറോ എടുത്ത് വെക്കാം. എന്നിട്ട് അതിൽ ഇതുപോലെ നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള ചപ്പാത്തി നല്ല പോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൽ വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. നല്ല പോലെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഫ്രിഡ്ജിൽ വെക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരാഴ്ചത്തേക്കുള്ള ചപ്പാത്തിൻ്റെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ നേരത്തെ വാട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു ചപ്പാത്തി ചുട്ടാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പം ചുട്ടെടുക്കുന്നത്. അപ്പം ചൂടായ കല്ലിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചപ്പാത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കല്ലിലേക്ക് ഇട്ട് കൊടുത്തതിന് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് എന്താ പറയുക, ഇതുപോലെ ഒന്ന് പൊന്തി വരൂലേ, അപ്പോൾ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കണ്ടില്ലേ, നമ്മുടെ ചപ്പാത്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി നല്ല പോലെ പൊന്തി വരുന്നുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സക്സസ് ആയിട്ടുണ്ടെന്ന്. അപ്പം ഇടയ്ക്കിടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. മാക്സിമം നമുക്ക് ഒരാഴ്ച വരെ ഇത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ ചപ്പാത്തി ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു 2-3 മിനിറ്റ് മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാലാണ് കേട്ടോ ഇതുപോലെ നല്ല പോലെ കിട്ടുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.